സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നഖശിഖാന്തം എതിർക്കപ്പെടേണ്ടതുമാണ്. പ്രത്യേകിച്ചും അത്തരം അട്രോസിറ്റീസ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അത്തരം പൊയ്മുഖങ്ങളെല്ലാം തന്നെ വലിച്ചു കീറി പൊതുസമക്ഷം എറിഞ്ഞു കൊടുക്കേണ്ടതുമാണ്. അതാണ് മാധ്യമധർമ്മം. ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതി അളക്കുന്നത് തന്നെ ആ രാഷ്ട്രത്തിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും എത്ര കണ്ട് മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടന ഉറപ്പു തന്നിരിക്കുന്ന അവകാശങ്ങൾ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആ നാട്ടിലെ സാമൂഹ്യക്ഷേമ വകുപ്പും മാധ്യമങ്ങളും പൊതുജനവും ജാഗ്രതയോടെ ഇരിക്കേണ്ടതുമാണ്. മാധ്യമങ്ങൾ അതീവ ആയിരിക്കേണ്ടതുണ്ട്. ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ചും ജനപ്രതിനിധികളുടെ ഒഫൻസ് പൊതുസമക്ഷം കൊണ്ടുവരേണ്ടത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ അവരുടെ ഒഫൻസ് നിറത്തിൻ്റെയും അടയാളങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കരുത് നിർണയിക്കപ്പെടേണ്ടത്. ഒരേ ഒഫൻസ്, സെയിം ഒഫൻസ് തന്നെ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ചെയ്യുന്നതിന് ഒരു കണ്ണുകൊണ്ടും താല്പര്യമില്ലാത്ത, ഒരു മാധ്യമ ചാനലിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവരോട് ഐഡിയോളജിക്കലായിട്ടുള്ള വിയോജിപ്പുള്ള ഒരു ജനപ്രതിനിധി ചെയ്യുന്ന ഒഫൻസും രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഒഫൻസ് ഈസ് ഒഫൻസ്. ഒഫൻസിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത് തന്നെ. രാഹുൽ മാങ്കൂട്ടൻ ചെയ്തതിന് സിമിലർ ആയിട്ടുള്ള ഒഫൻസ് ചെയ്ത മറ്റു കക്ഷികളിലെ MLA-മാർക്ക് ഒരു നീതിയും രാഹുൽ മാങ്കൂട്ടത്തിന് വേറൊരു നീതിയും എന്നുള്ള ഈ മാധ്യമങ്ങളുടെ രീതി ശരിയല്ല. പ്രത്യേകിച്ച് റിപ്പോർട്ടർ TV-യിലെ ഡോക്ടർ അരുൺ ചെയ്ത തെറ്റ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ 24 hours തന്നെ പറഞ്ഞു. സെയിം തിങ് ഈസ് ബീങ് റിപ്പീറ്റഡ്. റൂമിനേറ്റ് ചെയ്ത് വേറെ വാർത്തകളൊക്കെ ഈ ദിവസങ്ങളിൽ എവിടെ പോകുന്നു? വാർത്തകളിൽ മുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ആ ഒരു 24 hours അവരുടെ വിലപിടിച്ച് 24 മണിക്കൂർ ഒരു കാര്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. അവർക്ക് വിഷയദാരിദ്ര്യമോ വാർത്താ ദാരിദ്ര്യമോ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് നമുക്ക് സമ്മതിക്കാം, അത് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഒരു ജനപ്രതിനിധി ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ, നമ്മൾ നികുതിദായകർ കാശ് കൊടുത്ത് അവിടെ കൊണ്ടിരുത്തുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് എക്സ്പോസ് ചെയ്യപ്പെടണം. പക്ഷേ 24 hours കഴിഞ്ഞു, 48 hours കഴിഞ്ഞു, 3rd day 4th day സെയിം തിങ് ഈസ് ബീങ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അത്ര ശരിയല്ല. അദ്ദേഹം അങ്ങോട്ട് നീങ്ങുന്നു, ഇങ്ങോട്ട് നീങ്ങുന്നു, അങ്ങോട്ട് നീങ്ങുന്നു. സമയം പറയേണ്ട കാര്യം കൃത്യമായി പറയുക, അത് വേണ്ട രീതിയിൽ അത് ഹീറ്റപ്പ് ചെയ്യുക. അതല്ലാതെ സെയിം തിങ് ഈസ് ബീങ് റിപ്പീറ്റഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പൊതുജനങ്ങൾക്ക് കേൾക്കേണ്ടത് ഇതൊന്നുമല്ല. നമ്മുടെ പൊതുഖജനാവിലെ കാശ് എവിടെ പോകുന്നു എന്നുള്ളറിയാൻ അത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ട സമയങ്ങളാണ്. എന്തൊക്കെ അഴിമതികൾ, വൻ ഫിനാൻഷ്യൽ അഴിമതികൾ അവിടെ നടക്കുന്നുണ്ട്. നൈതികമായ കാര്യങ്ങളിലേക്ക് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. പക്ഷെ അതും അതിൻ്റെ രീതിയിൽ തന്നെ പോകണം. ഇത് സെയിം MLA-മാരാണ് അവിടെ സെയിം ഒഫൻസ് നടത്തിയ മറ്റ് MLA-മാർ, ഗണേശനാവട്ടെ, മുകേഷ് MLA ആവട്ടെ, അതേപോലെ തന്നെ റിയാസ് ആവട്ടെ, ഒക്കെ ഡൊമസ്റ്റിക് വയലൻസ് നടത്തിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അവരുടെ ഭാര്യമാർ വന്നിരുന്ന് TV-യിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അല്ലാതെയും കുറേ പൊതുപ്രവർത്തകരുണ്ട്. അവർക്ക് ഒരു നീതിയും ഇദ്ദേഹത്തിന് വേറൊരു നീതി എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാവരും ഒരുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കുന്നുണ്ടെങ്കിൽ ഒപ്പം മറ്റുള്ളവരും രാജിവെക്കണം. അതൊരു ശരിയായ രീതിയല്ല.
പക്ഷെ ഇത് തന്നെ പറഞ്ഞ് ഇനി അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ഇത് തന്നെ പറഞ്ഞ് ഇത് തന്നെ ഇവിടെ കോടതിയില്ലേ വിളിച്ച് പൊതുസമക്ഷം കൊണ്ടുവരുന്ന ഓഡിയോ ക്ലിപ്സിൻ്റെ ഒതൻറ്റിസിറ്റി ഒക്കെ പരിശോധിച്ച് അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് പരിശോധിക്കേണ്ടത് ജുഡീഷ്യറിയുടെ ഉത്തരവാദിത്തമാണ്. ജുഡീഷ്യറി പറയുന്നവരെ കുറ്റാരോപിതൻ മാത്രമാണ്. ഡോക്ടർ അരുൺ ജഡ്ജ് ചെയ്ത അത് കുറ്റവാളിയാവില്ല. അപ്പോൾ കുറ്റമുണ്ട്, ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ എക്സ്പോസ് ചെയ്യുക, അത് കോടതിയുടെ ശ്രദ്ധയിൽ സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരിക. അതല്ലാതെ മറ്റു വാർത്തകളൊക്കെ മുക്കുന്ന രീതിയിൽ ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്, പ്രത്യേക അജണ്ട വെച്ച് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. സാധാരണ നികുതിദായകർക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ കാര്യങ്ങൾ സുതാര്യവും അതേപോലെ തന്നെ ഇഫക്റ്റീവായി നടന്നു പോകണം എന്നുള്ള ആഗ്രഹക്കാരാണ്. കുതിക്കാല് വെട്ടൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ മനുഷ്യന്മാരെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഈ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. നമ്മുടെ പൊതുഖജനാവിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. വൻ അഴിമതികൾ അറിയാനും അത് നടത്തിയിരുന്ന ആൾക്കാരൊക്കെ അത് കോടതിയിൽ എത്രയോ കാലങ്ങളായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ സുഖകരമായി വാഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇനി ഇതൊന്ന് നിർത്തുക. നമസ്കാരം.